ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. സ്പെസിഫിക് കോൺട്രാക്ട് ലോയിൽ വരുന്ന ബാക്കി എല്ലാ പോർഷൻസും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. 1932 മുൻപ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പാർട്ട്ണർഷിപ്പ് ലോ എന്ന് പറയുന്നത്. പിന്നീട് ഒക്ടോബർ 1 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നു. അതോടുകൂടി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസുകളെല്ലാം തന്നെ റിപ്പീൽ ചെയ്ത് കളഞ്ഞു. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പാർട്ട്ണർഷിപ്പ്, എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാം, എന്താണ് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ who have agreed to share the profit of a business carried on by all or any of them acting for all. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ് ആണ്. എന്ത് റിലേഷൻഷിപ്പാണ്? ഈ പാർട്ടീസ് എല്ലാവരും തമ്മിൽ എഗ്രി ചെയ്യാണ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഇനി ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് 2 or 3 പേര് മുന്നിൽ നിന്ന് ചെയ്യുന്നതാവാം. അപ്പം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എൻട്രി ചെയ്തിട്ടുള്ള ഓരോരോ ആളുകളെയും ഇൻഡിവിജ്വലി പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന്. ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്നത് എ ഫേം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്നായിരിക്കും. ഇനി അതുപോലെ ഇവർ നടത്തുന്ന ഈ ബിസിനസ്, അതിനൊരു പേരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫേം നെയിം എന്ന് പറയുന്നത്. ആ പേരായിരിക്കും ഫേം നെയിം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. ഇനി ഈ സെക്ഷൻ 4 പറയുന്ന എലമെൻറ്റ്സ് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആവുള്ളൂ. ഒരാളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നടത്താൻ പറ്റില്ല. എം കസം വേഴ്സസ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ അതാണ് പറയുന്നത്. ഇനി 2 പേര് നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അതിനകത്ത് ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസോൾവെൻറ്റ് അല്ലെങ്കിൽ പാപ്പരാവുകയോ ഒക്കെ ചെയ്യുകയാണെന്ന് വയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം പിന്നെ നിലനിൽക്കില്ല. കാരണം പിന്നീട് അവിടെ ബാക്കിയാവുന്നത് ഒരാൾ മാത്രമാണിരുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരാളുടെ മരണമോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ ആ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സീസ് ടു എക്സിസ്റ്റ് ആക്കുന്നത്. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം പാർട്ടീസ് തമ്മിൽ. ആ എഗ്രിമെൻറ്റ് ഓറൽ ഫോമിലോ അല്ലെങ്കിൽ റൈറ്റിംഗ് ഫോമിലോ ആകാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആകാം. പക്ഷേ എപ്പോഴും ഒരു റൈറ്റിംഗ് ഫോമിലുള്ള എഗ്രിമെൻ്റ് ആണ് സേഫ് എന്ന് പറയുന്നത്. വാക്കാൽ പറയുന്നതിനെ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓറൽ ഫോമിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റും വാലിഡ് തന്നെയാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ് എന്നാണ് കേളുക്കുട്ടിയുടെ കേസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്ഷൻ 5 പറയുന്നുണ്ട് ദ റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എറൈസ് ഫ്രം കോൺട്രാക്ട് ആൻഡ് നോട്ട് ഫ്രം സ്റ്റാറ്റസ്. അതായത് എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് എറൈസ് ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ നിന്നായിരിക്കണം, അല്ലാതെ ഒരു സ്റ്റാറ്റസിൽ നിന്ന് ഫോം ചെയ്യുന്നതാവരുത്. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഈ സെക്ഷൻ 5 തന്നെ പറയുന്നുണ്ട് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഥാനായകൻ സിനിമയിൽ കാണുന്ന ഫാമിലി ഉണ്ടല്ലോ, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുള്ള ഒരു ഫാമിലി. അപ്പം നമ്മൾ ആ സിനിമയിൽ തന്നെ കാണുന്നുണ്ട്, അവർക്ക് കുറേ ബിസിനസ്സുകളുണ്ട്, ആ ബിസിനസ് നോക്കി നടത്തുന്നത് ആ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് പറയാമെങ്കിലും, പക്ഷെ അത് പാർട്ട്ണർഷിപ്പ് അല്ല. പാർട്ട്ണർഷിപ്പ് ലോയുടെ കീഴിൽ അതൊരു പാർട്ട്ണർഷിപ്പ് അല്ല. അവിടെ ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസിലാണ് ഈ പറയുന്ന അവരുടെ ഫാക്ടറീസും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നത്, അല്ലാതെ ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല. സോ ദ മെമ്പേഴ്സ് ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ക്യാരിയിങ് ഓൺ എ ഫാമിലി ബിസിനസ് ഓർ എ ബർമീസ് ബുദ്ധിസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാരിയിങ് ഓൺ ബിസിനസ് ആർ നോട്ട് പാർട്ട്നേഴ്സ് ഇൻ സച്ച് ബിസിനസ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ ഒപ്പം പറയേണ്ട കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻ്റ് ഒന്നുമല്ല. However, it is advisable to have partnership deed in writing.
അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ദ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സിൻ്റെ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എഴുതിയിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള ഓരോ പാർട്ട്നേഴ്സിൻ്റെ കയ്യിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടന്റ് എന്ന് നോക്കാം. അതിൻ്റെ ഫേമിൻ്റെ നെയിം ഉണ്ടാവണം, പാർട്ട്നേഴ്സിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സസ് ഉണ്ടാവണം, എന്താണ് ബിസിനസ്, ഈ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം, ബിസിനസ് പ്ലേസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവണം, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, ആ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ മെൻഷൻ ചെയ്യണം. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ എത്രയൊക്കെയാണ്, പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് അതിനെക്കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം, പ്രൊവിഷൻ ഫോർ എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ, എപ്പോൾ ഒരു പാർട്ട്ണറിനെ പുറത്താക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം, ആർബിട്രേഷൻ ക്ലോസ് ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ആർബിട്രേഷൻ എങ്ങനെ നടക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസുകളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത എസെൻഷ്യൽ ഓഫ് ആൻ പാർട്ട്ണർഷിപ്പ് ഇസ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആയിരിക്കണം. ഫസ്റ്റ് നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ വരുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലോഫുൾ ബിസിനസ് ആയിരിക്കണം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്തത് ഒരു ഇല്ലീഗൽ ബിസിനസ് നടത്താനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം വോയിഡ് അബ് ഇനീഷ്യോ ആയിരിക്കും. തുടക്കം മുതലേ ആ ബിസിനസ് വോയിഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. ഇനി സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്നത് ബിസിനസ് ഇൻക്ലൂഡ്സ് എവറി ട്രേഡ്, ഒക്യുപ്പേഷൻ ആൻഡ് പ്രൊഫഷൻ എന്നാണ്. ആൻഡ് ഈ പറയുന്ന ബിസിനസ് ഒരു ലോങ് സ്റ്റാൻഡിങ് ആവണമെന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് ബിസിനസ് ആവണമെന്നോ നിർബന്ധമൊന്നുമില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസസും, അതായത് ഉണ്ടാകുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ ഇവർ ഷെയർ ചെയ്യണം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ലോസസ് ഷെയർ ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ അത് അവരവരുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പ്രപ്പോർഷനൊക്കെ ഉണ്ടാവും. ഓരോരുത്തരും ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു എമൗണ്ട് ഇടുമല്ലോ, ഇനീഷ്യലി ഒരു എമൗണ്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ ആ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. അപ്പോൾ മിക്കവാറും അതിൻ്റെ ഒരു ബേസിസിലായിരിക്കും ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഫിറ്റ് ഷെയറിങ് നടക്കുന്നത്. ഇനി 3-4 പാർട്ട്ണർമാരുണ്ട്, പക്ഷെ അതിനകത്ത് ഒരാൾ മാത്രമാണ് പ്രോഫിറ്റ് വാങ്ങിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാർട്ട്നേഴ്സിനും കുറഞ്ഞും കൂടിയും ഒക്കെ രീതിയിൽ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയിരിക്കണം, എങ്കിൽ മാത്രമാണ് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആവുള്ളൂ. മുഹമ്മദ് ഹനീഫ് വേഴ്സസ് മുഹമ്മദ് ഇക്ബാലിൻ്റെ കേസിൽ പറയുന്നത് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പ്രസ് എഗ്രിമെൻ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിൻ്റെ കോർട്ട് പറഞ്ഞത് എക്സ്പ്രസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. കോക്സ് വേഴ്സസ് ഹിക്മാൻ്റെ കേസിൽ കോടതി പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ടു ഷെയർ ബോത്ത് ദ പ്രോഫിറ്റ് ആൻഡ് ദ റിസ്ക് ഓഫ് ദ ബിസിനസ് ആസ് കോ ഓണേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ പാർട്ട്നേഴ്സിന് അവരുടെ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ്സും അതുപോലെ റിസ്കുകളും കോ ഓണേഴ്സിനെ പോലെ ഷെയർ ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത എസെൻഷ്യലാണ് ബിസിനസ് മസ്റ്റ് ബി ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. സെക്ഷൻ 18 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനൊരു മ്യൂച്വൽ ഏജൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഓരോ പാർട്ട്ണർ എന്ന് പറയുന്നതും ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും അതുപോലെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെയും ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏജൻസി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഏജൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് ബൈൻഡിങ് ആയിരിക്കും.
അതായത് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമിനും ബൈൻഡിങ് ആയിരിക്കും. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പും മറ്റ് പല സംഭവങ്ങളും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഈ മറ്റ് പല സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതും പാർട്ട്ണർഷിപ്പ് അല്ലേ എന്ന് തോന്നുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ വരുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വരും, അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ വരും, കോ ഓണർഷിപ്പ് വരും, കമ്പനീസ് വരും. ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു സ്വഭാവം അവിടെയുണ്ട്, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ഇതിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡിഫറൻസസിനെ കുറിച്ചിട്ടാണ് ഇനിയുള്ള കുറച്ച് സ്ലൈഡിൽ പറയുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ നോക്കുന്ന പാർട്ട്ണർഷിപ്പ് ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സെക്ഷൻ 5 പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് എറൈസസ് ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആണെന്ന്. പക്ഷേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണെങ്കിലോ ഇറ്റ്സ് എറൈസസ് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആണ്. രണ്ടാമത്തേത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആണെങ്കിൽ ഹിന്ദു ലോയിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 2 പാർട്ട്നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ മരിച്ചാൽ പിന്നെ ആ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയി പോകുമല്ലോ. പക്ഷേ HUF അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ മരിച്ചാൽ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, ബാക്കിയുള്ള കോ പാർട്ട്നേഴ്സ് എല്ലാവരും ആ ബിസിനസ് അങ്ങ് നടത്തിക്കൊണ്ടു പോകും. പാർട്ട്ണർഷിപ്പ് ഫേമിൽ അതിനകത്ത് വരുന്ന പാർട്ട്നേഴ്സ് എല്ലാവരും മാനേജ്മെന്റിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. പക്ഷേ HUF കർത്തയാണ് ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മൾ കഥാനായകൻ സിനിമയിൽ കണ്ടതാണിരുന്നു, അവർ വല്യമാമ എന്ന് വിളിക്കുന്ന ആ കഥാപാത്രമാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സെയിം സംഭവം തന്നെ. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു മൈനർക്ക് പാർട്ട്ണർ ആവാനൊന്നും പറ്റില്ല, പക്ഷേ ഹി ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. HUF ആണെന്നുണ്ടെങ്കിൽ മൈനർ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഒരു മെമ്പറാണ് ഫ്രം ബർത്ത് മുതൽ. ഇനി അടുത്തത് എവറി പാർട്ട്ണർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ദ ഡെപ്റ്റ് ഓഫ് ദ ഫേം. ഫേമിന് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അതിന് പേഴ്സണലി ലയബിൾ ആയിരിക്കും. HUF ആണെന്നെങ്കിൽ കർത്ത മാത്രമാണ് അതിന് പേഴ്സണലി ലയബിൾ ആകുന്നത്. അടുത്തത് പാർട്ട്നേഴ്സ് ക്യാൻ ഡിമാൻഡ് ദ അക്കൗണ്ട് ഓഫ് ദ ഫേം. ഓരോ പാർട്ട്നേഴ്സിന് എന്താണ് പാർട്ട്ണർഷിപ്പിൽ നടക്കുന്നത്, അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ വന്നാൽ അയാൾക്കത് കാണിച്ചു കൊടുക്കണം. അത് കാണേണ്ടത് അയാളുടെ റൈറ്റ് ആണ്. പക്ഷേ HUF കോ പാർട്ട്നേഴ്സിന് അങ്ങനത്തെ റൈറ്റുകളൊന്നുമില്ല. കർത്തരോട് പോയിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും കാണണം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ലയബിലിറ്റിയും കർത്തക്കില്ല. അവർക്ക് ആകെ ചോദിക്കാൻ പറ്റുന്നത് വേണമെങ്കിൽ പാർട്ടീഷൻ നടത്തിയിട്ട് അവരുടെ അസറ്റ്സും വാങ്ങിച്ച് ഫാമിലിയിൽ നിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ്. അടുത്തത് എവറി പാർട്ട്ണർ ഹാസ് എ ഡെഫിനിറ്റ് ഷെയർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ അഗ്രിമെൻറ്റ്. ഓരോ പാർട്ട്നേഴ്സിനും ആ പാർട്ട്ണർഷിപ്പിൽ ഓരോ ഷെയർ ഉണ്ടാവും. അപ്പോൾ ആ ഷെയറിൻ്റെ കാര്യങ്ങൾ മാറ്റാൻ എഗ്രിമെൻറ്റ് വഴി മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഓരോ പുതിയ കുട്ടി ജനിക്കും തോറും ഫാമിലിയിലുള്ള ബാക്കി മെമ്പേഴ്സിൻ്റെ ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പുതിയൊരാൾ വരുമ്പോൾ അയാൾക്കും കൂടി ഒരു ഷെയർ വരുമല്ലോ, അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള പാർട്ട്ണർഷിപ്പും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസസ്. വേറെയും ഒത്തിരി ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറൻസസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അടുത്തത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ്. ഈ കോ ഓണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു അച്ഛനും അമ്മ, ഒരു പാരൻസ്, അവരുടെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ 10 സെൻറ്റിൻ്റെ അവകാശികൾ പിന്നെ ആരാണ്? ഈ പറയുന്ന 2 മക്കളാണ്. അവർക്ക് ആ പ്രോപ്പർട്ടിയുടെ കോ ഓണർഷിപ്പാണ് കിട്ടുന്നത്. 2 പേരും ആ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് ആവുകയാണ്. 2 പേർക്കും ആ 10 സെൻറ്റ് പ്രോപ്പർട്ടിയുടെ മേളിൽ ഒരേ അവകാശമാണ്. ഓക്കെ, അതാണ് കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു പാർട്ട്ണർഷിപ്പ് എറൈസസ് ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആണ്. എന്നാൽ കോ ഓണർഷിപ്പ് ഇറ്റ് ക്യാൻ എറൈസ് വയ കോൺട്രാക്റ്റ് ആവാം, അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ ഓഫ് ലോ ആവാം. അതായത് 2 ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു 10 സെൻറ്റ് ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കോ ഓണർഷിപ്പ് തന്നെയാണല്ലോ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മക്കളിലേക്ക് അത് വരുന്നത് അത് ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അപ്പനും അമ്മയും അവരുടെ പേർക്ക് സ്ഥലം എഴുതി വെച്ചിട്ടില്ല. ബൈ ലോ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അത് മക്കൾക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ഓഫ് ലോയും ആവാം, കോൺട്രാക്റ്റ് വഴിയും ആകാം. അടുത്തത് നേച്ചർ ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആണ്. പാർട്ട്ണർഷിപ്പ് എറൈസസ് ഔട്ട് ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ്. പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കോ ഓണർഷിപ്പ് മേ നോട്ട് നെസസറിലി എറൈസ് ഔട്ട് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല.
ഇനി ട്രാൻസ്ഫേഴ്സ്. എ പാർട്ട്ണർ ഡസ് നോട്ട് ഹോൾഡ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഹിസ് ഓർ ഹെർ പാർട്ട് ഓഫ് ഷെയർ വിത്തൗട്ട് പ്രയർ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എനിക്ക് തോന്നുവാണ് എൻ്റെ ഷെയർ വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിത് വേറൊരു പാർട്ടിക്ക് എൻ്റെ ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ കോ ഓണർഷിപ്പിൽ അങ്ങനെ ഒരു പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് എനിക്ക് വേണ്ടെങ്കിൽ അതെനിക്ക് വിൽക്കായിരുന്നു. മറ്റാളുടെ അനുവാദം ചോദിക്കണം എന്നില്ല. ഇനി ക്ലെയിം ഓഫ് പാർട്ടീഷൻ. പാർട്ട്ണർഷിപ്പ് ഫേമിൽ അങ്ങനെ പാർട്ട്ണർക്ക് പാർട്ടീഷൻ ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്നാൽ കോണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പ്രോഫിറ്റും ലോസസും എല്ലാം പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുമെന്ന്. ബട്ട് ഇറ്റ് ബേസ്ഡ് ഓൺ എ കോൺട്രാക്റ്റ് അല്ലേ. എന്നാൽ കോണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എ കോണർഷിപ്പ് മേ നോട്ട് എറൈസ് ഔട്ട് ഓഫ് പ്രോഫിറ്റബിലിറ്റി. എന്നാൽ കോണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ എറൈസ് ചെയ്യുന്നതല്ല. ഇനി അടുത്തത് പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP ആണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതും ഒരു പാർട്ട്ണർഷിപ്പാണ്, പക്ഷേ ഡിഫറൻസസ് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞാണ്. അൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ജോയിൻ ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് undertaken by all the partners or any one partner on behalf of all the partners. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ്? It's a form of business operation which combines the feature of a partnership and a body corporate. അവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എലമെൻസും ഉണ്ട്, അതുപോലെ ഒരു കോർപ്പറേറ്റ് ഫേമിൻ്റെ എലമെൻസും ഈ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 ആണ് LLPനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഓഫ് LLP എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി ആണ്, മാൻഡേറ്ററി ആണ്. അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഈ പാർട്ട്ണർഷിപ്പിൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇഷ്ടമുള്ള പേരൊക്കെ ഇടാം. എന്നാൽ LLPയിൽ പേരിട്ടോളൂ, പക്ഷേ അതെല്ലാം എൻഡ് ചെയ്യുന്നത് LLP എന്ന് ഉള്ള പേരിലായിരിക്കണം. ദേ മസ്റ്റ് യൂസ് ദ വേർഡ് LLP ബൈ ദ എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. അതുപോലെ പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലായിരിക്കില്ല കോൺട്രാക്റ്റിലൊന്നും എൻറ്റർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് അവരുടെ പേരിലായിരിക്കും. എന്നാൽ LLP ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് നെയിം. LLPനെ സ്യൂ ചെയ്യാനും കേസ് കൊടുക്കാനും ഒക്കെ പറ്റും. പാർട്ട്ണർഷിപ്പ് ഫേമിലാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് പാർട്ട്ണർ. പാർട്ട്ണറിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഒന്നുമില്ല. ആസ് ദ പാർട്ട്നേഴ്സ് ആർ ഇൻഡിവിജ്വലി നോൺ ആസ് എ പാർട്ട്ണർ ആൻഡ് കളക്റ്റീവ്ലി നോൺ ആസ് എ ഫേം. എല്ലാ പാർട്ട്നേഴ്സും ഒരുമിച്ച് വരുമ്പോൾ അതിനെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നു. ഓരോരുത്തരായിട്ട് നിൽക്കുമ്പോൾ അതിനെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ഇല്ല. എന്നാൽ LLP അങ്ങനെയല്ല, ഇറ്റ്സ് കൺസിഡർഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് LLPയുടെ പേരിൽ കേസ് കൊടുക്കാനും LLPക്ക് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാനും ഒക്കെ പറ്റുന്നത്. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസോൾവ് അറ്റ് എനി ടൈം. എന്നാൽ LLPക്ക് പെർപ്പച്വൽ സക്സഷൻ നടക്കും. ഇപ്പോൾ LLPയിലുള്ളത് ഫാദർ ആണെങ്കിൽ അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ അവർ കാലം കഴിഞ്ഞാൽ മക്കൾക്ക് അങ്ങനത്തെ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് 2013 ബേസ് ചെയ്തിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ ഓപ്ഷണലാണ്. എന്നാൽ രജിസ്ട്രേഷൻ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ROC ഈസ് റിക്വയർഡ് ഫോർ കമ്പനീസ്. പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. എന്നാൽ കമ്പനീസിന് ദർ ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. അതായത് 2013 വന്നതിന് മുന്നേ ഉള്ള കമ്പനീസ് ആക്ടാണ് കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര് പാർട്ട്നേഴ്സിന് ഇഷ്ടമുള്ളത് ഇടാം. എന്നാൽ കമ്പനിയിൽ അങ്ങനെയല്ല. അതൊരു പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് എന്ന് എൻഡിങ്ങിൽ ചേർക്കണം. എന്നതൊരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പേരിൻ്റെ എൻഡിങ്ങിൽ ചേർക്കേണ്ടതുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമിന് പെർപ്പച്വൽ സക്സഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിൽ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. എന്നാൽ കമ്പനീസിൽ പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. മെമ്പേഴ്സ് ക്യാൻ ഫ്രീലി കം ആൻഡ് ലീവ് ദ കമ്പനി. പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് ഡീഡാണ്
അല്ലെങ്കിൽ ആ എഗ്രിമെൻ്റ് ആണ് എല്ലാം എന്ന് പറയുന്നത്. ഇനി അത് കമ്പനിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് ദാറ്റ് കമ്പനി, ഇതൊക്കെയാണ് ആ കമ്പനി എങ്ങനെ നടത്തണം, എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നത് ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനി പാർട്ട്ണർഷിപ്പിൽ വോട്ടിംഗ് റൈറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ്. കമ്പനിയിലാണെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് ഡിസൈഡഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദ അസോസിയേറ്റ്സ് ഹോൾഡ്. എത്ര ഷെയർ ആണോ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു അസോസിയേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വോട്ടിംഗ് റൈറ്റ്സ് മാറി മറിഞ്ഞിരിക്കും. ഇനി നമുക്ക് വാട്ട് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് നോക്കേണ്ടത്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിലേക്ക് വേണ്ടി മാത്രമായിട്ടോ നടത്തുന്നതാവാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. 2 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് വരുന്നത്. ഒന്ന് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്, സെക്ഷൻ 7 പറയുന്നത്. അടുത്തത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, സെക്ഷൻ 8 അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 7 പറയുന്ന പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്താണെന്ന് നോക്കാം. Where there is no provision is made by contract between the partners for the duration of their partnership or for the determination of their partnership, the partnership is partnership at will. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എത്ര നാളത്തേക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ ഈ പാർട്ട്ണർഷിപ്പ് ഇവരോടുകൂടി അവസാനിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് നോ എഗ്രിമെൻറ്റ് എബൌട്ട് എ ഫിക്സഡ് പീരീഡ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ഒരു ഫിക്സഡ് പീരീഡ് ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് നോ പ്രൊവിഷൻ വിത്ത് റിഗാർഡ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ആദ്യം പറഞ്ഞ പോലെ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞെന്ന് വരെ പാർട്ട്ണർഷിപ്പ് ഫേം എന്നും പറയാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ഇനി സെക്ഷൻ 8 പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എ പേഴ്സൺ മേ ബിക്കം എ പാർട്ട്ണർ വിത്ത് അനദർ പേഴ്സൺ ഇൻ പെർട്ടിക്കുലർ അഡ്വഞ്ചർ ഓർ അണ്ടർടേക്കിംഗ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പേര് എൻറ്റർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ സെഡ് വെഞ്ചർ ഓർ ആക്ടിവിറ്റി ദ പാർട്ട്ണർഷിപ്പ് വിൽ ബി ഡിസോൾവ്ഡ്. അപ്പോൾ ആ പറയുന്ന കാര്യം നടത്തി കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുകയാണ്. എന്നാൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ വെഞ്ചർ അത് കംപ്ലീറ്റ് ആയിട്ടും പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ് നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നവർ തീരുമാനിച്ചാൽ ദേ ക്യാൻ കണ്ടിന്യൂ ദ സെഡ് പാർട്ട്ണർഷിപ്പ്. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് തീർന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് നോക്കേണ്ടത്. പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് ആക്റ്റീവ് പാർട്ട്ണർ ഓർ മാനേജിങ് പാർട്ട്ണർ ഓർ ഓസ്റ്റൻസിബിൾ പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പല കാര്യങ്ങളും മുമ്പിട്ട് നിന്ന് നടത്തുന്നത് ഈ ആക്റ്റീവ് പാർട്ട്ണർ ആയിരിക്കും. അതുപോലെ ഈ ആക്റ്റീവ് പാർട്ട്ണറിൻ്റെ പേരായിരിക്കും പൊതുസമൂഹത്തിൽ എല്ലാവരും അറിയുന്നത്. അതായത് ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ ആരാണ് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആളെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇയാളുടെ പേരോ, അല്ലെങ്കിൽ ഇത് ഒരാൾ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അയാളെ ആയിരിക്കാം പൊതുസമൂഹവും അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്റ്റീവായിട്ട് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ, മാനേജിങ് പാർട്ട്ണർ ഓർ ഓസ്റ്റൻസിബിൾ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാർട്ട്ണറിന് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഗീവ് എ പബ്ലിക് നോട്ടീസ് അബൌട്ട് ദ സെയിം. ഞാനിങ്ങനെ റിട്ടയർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഒരു പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഇങ്ങനൊരു പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷവും ഈ ആക്റ്റീവ് പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരുപക്ഷെ എല്ലാവരും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 1-2 പേരെ ആയിരിക്കാം ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഇനി അടുത്തത് ഡോർമെൻറ്റ് ഓർ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് അവരത്ര ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യങ്ങളിൽ. പക്ഷെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ മറ്റ് പാർട്ട്നേഴ്സിനെ പോലെ ഈ ഡോർമെൻറ്റ് പാർട്ട്ണർ ആണെങ്കിലും അയാളുടെ ഷെയറൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഫേമിലുണ്ടാവുന്ന പ്രോഫിറ്റും ലോസസും ഒക്കെ അവർ ഷെയറും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആക്റ്റീവ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെയൊരു പാർട്ട്ണർ റിട്ടയർ ആവുമ്പോൾ ഒരു പബ്ലിക് നോട്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്തത് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒട്ടും തന്നെ ആക്റ്റീവ് ആയിരിക്കില്ല, ഒട്ടും തന്നെ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിരിക്കില്ല. ജസ്റ്റ് അങ്ങനെ ഒരാളുണ്ട് എന്ന് മാത്രമായിരിക്കും, പേരിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് പോലും കൊടുക്കുന്നുണ്ടാവില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസസിൻ്റെ ഷെയർസ് ഒന്നും തന്നെ ഇയാൾക്ക് കിട്ടുകയില്ല. പക്ഷേ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ദസ് നോമിനൽ പാർട്ട്ണർ വിൽ ബി റെസ്പോൺസിബിൾ. അടുത്തത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട്. സെക്ഷൻ 28 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് ആക്ച്വലി അവർ ആ പാർട്ട്ണർഷിപ്പുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അവർ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ബൈ വേർഡ്സ് ആവാം, ബൈ ആക്ഷൻ ആവാം, ഓർ ബൈ കണ്ടക്റ്റ് ആവാം. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അത് തിരുത്താനോ അങ്ങനെയല്ല എന്ന് പറയാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിതിൻ്റെ പാർട്ട്ണർ ആണെന്ന് വിചാരിച്ച് ആരെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു, അതിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ അല്ലെങ്കിൽ ഓർ ഹോൾഡിംഗ് ഔട്ടിന് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഹി വിൽ ബി ലയബിൾ ഫോർ ദാറ്റ്. ഇനി അടുത്തത് പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ, വേറൊരു റെസ്പോൺസിബിലിറ്റിയും ഷെയർ ചെയ്യുന്നില്ല. ഈവൻ തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ പോലും ഹി വിൽ ബി ലയബിൾ ഫോർ ഓൾ ആക്ട്സ് ഓഫ് പ്രോഫിറ്റ് ഓൺലി. ഹി വിൽ ഷെയർ നൺ ഓഫ് ദ ലയബിലിറ്റീസ്. ഇനി അടുത്തത് മൈനർ പാർട്ട്ണർ. അത് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷോർട്ട് നോട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം, മൈനർ ആസ് എ പാർട്ട്ണർ. സെക്ഷൻ 30 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കോൺട്രാക്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ്, ഒരു മൈനറിന് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വന്നാൽ അത് വോയിഡ് അബിനീഷ്യോ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഒരു മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റുന്നതെന്ന്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. മൈനർ ക്യാൻ ബിക്കം പാർട്ട്ണർ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർ ആവുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് കൈപ്പറ്റാനാണ്. ഇനി അതുപോലെ ഒരു മൈനറിനെ പാർട്ട്ണർ ആക്കണം എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു മൈനറിനെ ഒരു പാർട്ട്ണർ ആക്കണം എന്നുണ്ടെങ്കിൽ മൈനറിൻ്റെ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ബൈ ആൻ എഗ്രിമെൻറ്റ് ഷാൽ ബി എക്സിക്യൂട്ടഡ് ത്രൂ ഹിസ് ഗാർഡിയനും ഉണ്ടാവണം. ഇനി എന്തൊക്കെയാണ് ഒരു മൈനറിന് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടാവുന്ന റൈറ്റ്സ് എന്നാണ് സെക്ഷൻ 30 ക്ലോസ് 2 പറയുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, റൈറ്റ് ടു ഷെയർ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം, റൈറ്റ് ടു ഇൻസ്പെക്ട് അക്കൗണ്ട് ഓഫ് ദ ഫേം, റൈറ്റ് ടു ടേക്ക് കോപ്പി ഓഫ് ദ അക്കൗണ്ട്സ്. പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടണം, ഫേമിൻ്റെ പ്രോപ്പർട്ടിയുടെ ഷെയറിൽ റൈറ്റ് ഉണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോപ്പി വേണമെങ്കിൽ അത് ചോദിക്കാനും എല്ലാമുള്ള റൈറ്റ് ഈ മൈനറിനുണ്ട്. ഇനി ക്ലോസ് 3 പറയുന്നത് എന്താണ് മൈനറിൻ്റെ ലയബിലിറ്റി എന്നാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിൻ്റെ ലയബിലിറ്റി എന്താണെന്ന്. ഫസ്റ്റ് വൺ, മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. ഒരിക്കലും മൈനർ പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു ഫ്രോഡ് ചെയ്തു, ആ ഫ്രോഡിന് ഒരിക്കലും മൈനർ പേഴ്സണലി ലയബിൾ ആവുന്നില്ല. ആ ഫ്രോഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കോടതി ഈ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും ഫൈനൊക്കെ ഇമ്പോസ് ചെയ്താലും നമ്മുടെ മൈനർ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. മൈനറിന് അങ്ങനെയുള്ള യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റിയും വരില്ല. ഹൗവർ, ഷെയർ ഓഫ് മൈനർ ഇൻ ദ ഫേം ഈസ് ലയബിൾ. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് ഒരു ഷെയർ ഉണ്ടാവില്ല, അത് പ്രോഫിറ്റിൻ്റെ ഷെയർ ആവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷെയറുകളുണ്ടല്ലോ, ആ ഷെയറിന് പക്ഷേ ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്ന ബിസിനസ്സിന് വേണ്ടി റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, അപ്പോൾ അതിന് കാശ് കൊടുക്കണം. ആ കാശ് എന്ന് പറയുന്നത് ഈ എല്ലാ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് മൈനർ എല്ലാവരും കൂടെ ചേർന്നിട്ട് തങ്ങളുടെ ഷെയറിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് റോ മെറ്റീരിയൽസ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലയബിലിറ്റീസ് മൈനറിനുണ്ട്. ഇനി സെക്ഷൻ 30 ക്ലോസ് 5 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മൈനർ മെജോറിറ്റി അറ്റൈൻ ചെയ്തു, അതായത് പ്രായപൂർത്തിയായി, പിന്നീട് പുള്ളിയുടെ ലയബിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനർ മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നാണോ ഇയാൾ അറിയുന്നത് ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറാണ് എന്ന്. കാരണം ചിലപ്പോൾ
മൈനർ ആയിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടാവില്ല. ഗാർഡിയൻ അല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം മൈനർ ഇതിനെക്കുറിച്ചൊന്നും ബോതേർഡ് ആയിരിക്കില്ല. പാർട്ട്ണർഷിപ്പിലുണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ പ്രായപൂർത്തിയായി കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കാം ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണോ ലേറ്റർ മനസ്സിലാക്കിയത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മൈനർ 6 മന്ത്സിനുള്ളിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള 6 മന്ത്സിനുള്ളിലോ അല്ല താനൊരു പാർട്ട്ണർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള 6 മാസത്തിനുള്ളിലോ ഒരു പബ്ലിക് നോട്ടീസ് ഈ മൈനർ കൊടുക്കണം. അതായത് താൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറായിട്ട് തുടരുന്നോ അല്ലെങ്കിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ആ പബ്ലിക് നോട്ടീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഇയാളുടെ ആ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള റിലേഷൻഷിപ്പും ലയബിലിറ്റീസും എല്ലാം വരുന്നത്. ഇനി 6 മാസത്തിനുള്ളിൽ നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹി ഷാൽ ബിക്കം എ പാർട്ട്ണർ ഇൻ ദ ഫേം ഓൺ ദ എക്സ്പയറി ഓഫ് സെറ്റ് മന്ത്. ഇനി അടുത്തത് ക്ലോസ് 7 എന്താണ് പറയുന്നത് നോക്കാം. വേർ സച്ച് പേഴ്സൺ ബിക്കം എ പാർട്ട്ണർ. ഇനി അയാൾ പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചു. അപ്പം അതുവരെ കുറേ ലയബിലിറ്റീസിൽ നിന്നെല്ലാം ഈ മൈനറിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആ മൊമെൻറ്റ് മുതൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്ലോസ് 7 പറയുന്നത്. ഫസ്റ്റ് വൺ, ഹിസ് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആസ് എ മൈനർ കണ്ടിന്യൂ അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് എ പാർട്ട്ണർ. മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ട് കാര്യമില്ല, അയാൾ പാർട്ട്ണർ ആവാൻ തീരുമാനിക്കുന്ന ആ ഡേയ്സ് മുതലാണ് അയാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അയാൾക്ക് ആ മൈനറിൻ്റെ രീതി തന്നെയായിരിക്കും പോകുന്നത്. സെക്കൻഡ് വൺ പറയുന്നത്, ഹി ഓൾസോ ബിക്കംസ് പേഴ്സണലി ലയബിൾ ടു തേർഡ് പേഴ്സൺ ഫോർ ഓൾ ആക്ട് ഓഫ് ദ ഫേം ഡൺ സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അയാളെ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്ത ആ ടൈം മുതൽ ഒരു തേർഡ് പേഴ്സണുമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഇയാളും പേഴ്സണലി ലയബിൾ ആകും. അടുത്തത് പറയുന്നത്, ഈ മൈനർ ആയിരുന്നപ്പോഴും ഇയാൾക്ക് കുറച്ച് ഷെയർസും പ്രോഫിറ്റ്സും ഒക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഇനി ക്ലോസ് 8 പറയുന്നത്, വേർ സച്ച് പേഴ്സൺ എലക്ട് നോട്ട് ടു ബിക്കം എ പാർട്ട്ണർ. ഈ പാർട്ട്ണർ ആവണ്ട എന്ന് തീരുമാനിച്ചു, പിന്നെ എങ്ങനെയായിരിക്കും അയാളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷാൽ കണ്ടിന്യൂ ടു ബി ദോസ് ഓഫ് എ മൈനർ അണ്ടർ ദ സെക്ഷൻ അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ഗീവ് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസ് അയാൾ കൊടുക്കുന്ന ടൈം വരെ, അതായത് ഞാൻ ഈ പാർട്ട്ണറായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള പബ്ലിക് നോട്ടീസ് കൊടുക്കുമല്ലോ, ആ ടൈം വരെ അയാൾക്ക് ആ മൈനറിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് തന്നെയായിരിക്കും. അതുപോലെ ഹിസ് ഷെയർസ് ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ നോട്ടീസ്. നോട്ടീസിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ. പക്ഷെ ആ ടൈം വരെ മാത്രമാണ് അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. Next, he shall be entitled to sue the partners for his share of the property and profits. തൻ്റെ പ്രോഫിറ്റ്സും പ്രോപ്പർട്ടിയും എല്ലാം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഹി ക്യാൻ സ്യൂ ദ പാർട്ട്നേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകമിങ് പാർട്ട്നേഴ്സും ഔട്ട്കമിങ് പാർട്ട്നേഴ്സും ആരാന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ട്ണർ ചേരുകയാണ്. ആ പാർട്ട്ണറിനെയാണ് നമ്മൾ ഇൻകമിങ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഗോയിങ് പാർട്ട്ണർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണർ വിട്ടുപോകുന്നു, അവരെയാണ് നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയതായിട്ടൊരാളെ ചേർക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സെക്ഷൻ 31 ക്ലോസ് 3 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരു ന്യൂ മെമ്പറിനെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാർട്ട്നേഴ്സായിട്ടിരിക്കുന്ന എല്ലാവരുടെയും കൺസെൻറ്റ് വേണം. ഒരാളെങ്കിലും അതിനെതിര് പറഞ്ഞാൽ പുതിയൊരാളെ എടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇൻകമിങ് പാർട്ട്ണറിനെ എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ പറയുന്നത്, പുതിയൊരു പാർട്ട്ണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതലാണ് അയാൾക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മേളിലുള്ള ലയബിലിറ്റീസ് വരുള്ളൂ. അതായത് അയാൾ എന്നാണോ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നടക്കുന്നോ അതിനെല്ലാം ഈ പുതിയ പാർട്ട്ണർ ലയബിൾ ആയിരിക്കും. അയാൾ ചേരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ പുതിയ പാർട്ട്ണർ ലയബിൾ ആയിരിക്കില്ല. ഇനി അടുത്തത് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ആദ്യമേ പറഞ്ഞു, ഇട്ടിട്ട് പോകുന്ന ഒരു പാർട്ട്ണറിനെയാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണറിനെ വെറുതെ അങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല, അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൻ 32 to 35 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ഫസ്റ്റ് വൺ പറയുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ, സെക്ഷൻ 32 ആണ് പറയുന്നത്. എ പാർട്ട്ണർ മേ റിട്ടയർ എങ്ങനെയൊക്കെ രീതിയിലായിരിക്കണം റിട്ടയർ ചെയ്യുന്നത്? ഒന്ന്, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റോടുകൂടി ഒരാൾക്ക് റിട്ടയർ ചെയ്യാം. സെക്കൻഡ് വൺ പറയുന്നത് ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ഒരു എക്സ്പ്രസ് എഗ്രിമെൻറ്റിൽ എത്തുവാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെയാണെങ്കിലും ഒരാൾക്ക് ആ പാർട്ട്ണർഷിപ്പ് ഫേം വിട്ട് പോകാവുന്നതാണ്. തേർഡ് വൺ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വില്ലാണെന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വില്ല് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം എത്ര നാൾ നിലനിൽക്കും എന്നൊരു ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യാത്ത ഫേമുകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലില്ലാണെങ്കിൽ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ഓൾ ദ അതർ പാർട്ട്നേഴ്സ് ഫോർ ഹിസ് ഇൻറ്റൻഷൻ ടു റിട്ടയർ, അതായത് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ എല്ലാ അതർ പാർട്ട്നേഴ്സിനും ഒരു ലെറ്റർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കുകയാണ്, ഞാനിങ്ങനെ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ രീതിയിലും ഒരാൾക്ക് റിട്ടയർ ചെയ്യാവുന്നതാണ്. ഇനി സെക്ഷൻ 33 പറയുന്നത് എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഒരാൾ പുറത്തു പോകുന്നതാണ്. എക്സ്പൾഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പുറത്താക്കുകയാണ്. അപ്പോൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സിൻ്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പാർട്ട്ണറിനെ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ എക്സ്പെൽഷൻ നടക്കുന്നത് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം എന്നാണ് സെക്ഷൻ 33 പറയുന്നത്. തേർഡ് വൺ ആണ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. സെക്ഷൻ 34 പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു പാർട്ട്ണറിനെ കോർട്ട് ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ തുടരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സെക്ഷൻ 35 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാർട്ട്ണറിൻ്റെ മരണത്തോടു കൂടി ആ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ, രണ്ട് പാർട്ട്നേഴ്സേ ഉള്ളൂ, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുമല്ലോ. പക്ഷെ ഇവിടെ ഡിസോൾവ് ആകാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ചുപോയ പാർട്ട്ണറിൻ്റെ സ്വത്തുക്കൾക്കൊന്നും തന്നെ ഇയാളുടെ മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ടാവില്ല. സിമ്പിളാണ്. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ മരിച്ചുപോയ പാർട്ട്ണറിൻ്റെ സ്വത്തുക്കൾക്ക് ലയബിലിറ്റി വരില്ല. The estate of a deceased partner is not liable for any act of the firm done after his death. What are the duties of partner? പാർട്ട്നേഴ്സിന് എപ്പോഴും 2 types of duties ആണ് വരുന്നത്. ഒന്ന്, പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണോ പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്യൂട്ടീസ് അത്. രണ്ടാമത്തത്, പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂട്ടീസ്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് വരും. അപ്പോൾ അതിനകത്ത് പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ച് അവർ തീരുമാനിക്കുന്ന ഡ്യൂട്ടീസ് ആയിരിക്കും. അപ്പോൾ അവരങ്ങനെ ഒരു ഡ്യൂട്ടീസ് സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഡ്യൂട്ടീസ് ഒന്നും പാർട്ട്ണർഷിപ്പ് ആക്ടിനെയോ അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെയോ വയലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഇനി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്. പാർട്ട്നേഴ്സ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് നടത്തുമ്പോൾ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി സെക്ഷൻ 10 പറയുന്നത് ഡ്യൂട്ടി ടു ഇൻഡെമിനിഫൈ ഫോർ ലോസ് കോസ്ഡ് ബൈ ഫ്രോഡ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു ഫ്രോഡ് കാണിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഡെമിനിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ലോസ് നികത്തുക എന്ന് പറയുന്നത് ആ ഫ്രോഡ് കാണിച്ച പാർട്ട്ണറിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്തത് ഡ്യൂട്ടി ഓഫ് ഡ്യൂ ഡെലിജൻസ്. സെക്ഷൻ 12 ക്ലോസ് ബിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് കൈകാര്യം ചെയ്യുമ്പോൾ ഡ്യൂ ഡിലിജൻസ്, അതായത് വളരെ സൂക്ഷിച്ച് വേണം ആ ബിസിനസ് ചെയ്യാനായിട്ടെന്ന്. ഇനി സെക്ഷൻ 15 പറയുന്നത് ഡ്യൂട്ടി ടു പ്രോപ്പർ യൂസ് ഓഫ് പ്രോപ്പർട്ടി. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോപ്പർട്ടി ഈ പാർട്ട്നേഴ്സ് ഫേമിൻ്റെ ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ ഫേമിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സെക്ഷൻ 16 ക്ലോസ് എ പറയുന്നത് ഡ്യൂട്ടി ടു അക്കൗണ്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് പേ ഇറ്റ് ടു ദ ഫേം. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ പാർട്ട്ണർ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തി അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അയാൾ പേ ചെയ്യണം. അടുത്തത് ഡ്യൂട്ടി നോട്ട് ടു കോമ്പീറ്റ്. സെക്ഷൻ 16 ക്ലോസ് ബിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ
മെമ്പർ ആയിരിക്കെ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കെ തന്നെ അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന വേറൊരു പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ബിസിനസ്സോ തുടങ്ങാനായിട്ട് പാർട്ട്ണർ തുനിയരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും ആ മറ്റേ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റും ഇതിനകത്തേക്ക് തന്നെ അയാൾ പേ ചെയ്യണം. ഹി ഷാൽ അക്കൗണ്ട് ഫോർ ആൻഡ് പേ ടു ദ ഫേം ഓൾ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഹിം ഇൻ ദാറ്റ് ബിസിനസ്. ഇനി സെക്ഷൻ 13 ക്ലോസ് എഫ് പറയുന്നത് പാർട്ട്ണർ തൻ്റെ വിൽഫുൾ നെഗ്ലക്റ്റ് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ലോസ് പാർട്ട്ണർഷിപ്പ് ഫേമിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലോസ് പാർട്ട്ണർ ഇൻഡെമിനിഫൈ ചെയ്യണം. ലോസ് ഉണ്ടാക്കിയ ആള് അത് നികത്തണം. ഇനി സെക്ഷൻ 29 പറയുന്നത് ഒരു പാർട്ട്ണറും തൻ്റെ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു പുതിയ പാർട്ട്ണറെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇനി അടുത്തത് റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. സെക്ഷൻ 12A പറയുന്നത് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് പാർട്ട്ണറിനുണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് റൈറ്റ് ടു ബി കൺസൾട്ടഡ്. സെക്ഷൻ 12 ക്ലോസ് സിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് പല പല അഭിപ്രായങ്ങൾ പാർട്ട്നേഴ്സിനുണ്ടാവും. അപ്പോൾ അതിനകത്ത് എപ്പോഴും മെജോറിറ്റിയുടെ അഭിപ്രായം തന്നെയായിരിക്കും എടുക്കുന്നത്. പക്ഷേ ആർക്കെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് എപ്പോഴും പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത റൈറ്റ് ഓഫ് ആക്സസ് ടു ബുക്സ്. സെക്ഷൻ 12 ക്ലോസ് ഡിയിലാണ് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സിനും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ഓഫ് ലീഗൽ ഹെയർസ് റെപ്രസെൻറ്റേറ്റീവ്സ് ദ ഡ്യുവലി ഓതറൈസ്ഡ് ഏജൻറ്റ്. സെക്ഷൻ 12 ക്ലോസ് ഇയിൽ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചുപോയി, അപ്പോൾ അയാളുടെ ലീഗൽ ഹെയർസിനോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻസിനോ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സും അല്ലെങ്കിൽ അക്കൗണ്ട്സും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അടുത്ത സെക്ഷൻ 13 ക്ലോസ് ബിയിൽ പറയുന്നതാണ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് ഈക്വലി ഡിവൈഡ് ചെയ്ത് കിട്ടണം എന്നുള്ളത് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ലോസസ് ഉണ്ടാകുമ്പോൾ അതും ഈക്വലി തന്നെ അവർ ഷെയർ ചെയ്തെടുക്കണം. അടുത്ത സെക്ഷൻ 13 ക്ലോസ് ഡിയിൽ പറയുന്ന ഇൻട്രസ്റ്റ് ഓഫ് അഡ്വാൻസ് ആണ്. അതായത് നമുക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എല്ലാ പാർട്ട്നേഴ്സും സർട്ടൻ എമൗണ്ട് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ അയാൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വിത്ത് 6% പെർ ആനം ഇൻട്രസ്റ്റോടു കൂടി ആ എമൗണ്ട് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഈ എക്സ്ട്രാ ഇട്ട പാർട്ട്ണറിനുണ്ട്. അടുത്ത റൈറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സെക്ഷൻ 13 ക്ലോസ് സി ആണ് പറയുന്നത്. അതായത് പാർട്ട്നേഴ്സ് ഇട്ടിട്ടുള്ള ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള റൈറ്റും അവർക്കുണ്ട്. അതായത് അവർക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ എമൗണ്ടിനോടൊപ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റും കൂടെ എടുക്കാവുന്നതാണ്. അടുത്ത റൈറ്റ് ആണ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. സെക്ഷൻ 13 ക്ലോസ് ഇ ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദ ഫേം ഷാൽ indemnify a partner in respect of payments made and liabilities incurred by him. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റീസ് ഈ പാർട്ട്ണർഷിപ്പിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ അത് ഇൻഡെമിനിഫൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അടുത്തത് റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി. സെക്ഷൻ 15 ആണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് പാർട്ട്നേഴ്സിനുണ്ട്. സെക്ഷൻ 21 പറയുന്നത് റൈറ്റ് ഇൻ എമർജൻസി. അതായത് ഒരു പെട്ടെന്നൊരു എമർജൻസി വരികയാണ്, എല്ലാ പാർട്ട്നേഴ്സിനോടും ചോദിച്ച ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈമൊന്നുമില്ല, ആകെ ഒരു പാർട്ട്ണർ മാത്രമാണ് സീനിലുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പാർട്ട്ണർക്ക് ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. അയാളത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ലോസ് ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള റൈറ്റ് ആ പാർട്ട്ണർക്ക് ഉണ്ടാകും. പക്ഷെ അയാൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഒരു ഗുഡ് ഫെയ്ത്തിൽ എടുക്കുന്നതായിരിക്കണം. സാധാരണ ഒരു സിറ്റുവേഷൻ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായിരിക്കും ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ളൊരു തീരുമാനമായിരിക്കണം അയാൾ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് സെക്ഷൻ 21 പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 31 പറയുന്നത് റൈറ്റ് ടു പ്രിവെൻറ്റ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പുതിയൊരു പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഉള്ള റൈറ്റ് ഈ പാർട്ട്നേഴ്സിനുണ്ടാകും. അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഇല്ലാതെ പുതിയൊരു പാർട്ട്ണറിന് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കൺസെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ടുള്ള റൈറ്റും
ഇവർക്കുണ്ട്. ഇനി സെക്ഷൻ 32 പറയുന്നത് റൈറ്റ് ടു റിട്ടയർ. അത് നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടയർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. സെക്ഷൻ 33 ക്ലോസ് 1 പറയുന്നത് റൈറ്റ് ടു കണ്ടിന്യൂ ആസ് പാർട്ട്ണറാണ്. ഇനി സെക്ഷൻ 37 പറയുന്നത് റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ സർട്ടെയിൻ കേസസ് ടു ഷെയർ സബ്സിക്വൻറ്റ് പ്രോഫിറ്റ്. അതായത് ഒരു പാർട്ട്ണർ മരിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഔട്ട് ഗോയിങ് പാർട്ട്ണർ, അതായത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് വിട്ടുപോവുകയാണ്. അയാൾക്ക് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്നത്. ഡെഫിനറ്റ്ലി റൈറ്റ് ഉണ്ട്. അതായത് പ്രോഫിറ്റിൻ്റെ മേളിൽ അയാൾക്കൊരു റൈറ്റ് ഉണ്ടാവും. പാർട്ട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഗോയിങ് പാർട്ട്ണർ ആവുകയാണ്. അപ്പോൾ ആ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ അയാളുടെ എസ്റ്റേറ്റിനോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിന്നീട് കിട്ടുന്ന പ്രോഫിറ്റ്സും കൈപ്പറ്റാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് സെക്ഷൻ 37 പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 36 പറയുന്നത് റൈറ്റ് ഓഫ് ആൻ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്. അതായത് ഒരു ഔട്ട് ഗോയിങ് പാർട്ട്ണറിന് അയാൾ മുമ്പ് നിന്നിരുന്ന പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ബിസിനസ് തുടങ്ങാം. അത് അയാളുടെ റൈറ്റ് ആണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നോക്കണം. മുമ്പേ നിന്നിരുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര് യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, ഞാൻ മുന്നേ നിന്ന് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് നടത്തിയിരുന്നു, അങ്ങനത്തെ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസോ അങ്ങനെയൊന്നും അയാൾ നടത്താൻ പറ്റില്ല. മൂന്നാമത് പറയുന്നത് മുമ്പേ നിന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ക്ലയൻസിനെ സോളിസിറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അതൊരു ലീഗൽ എൻറ്റിറ്റി ആവുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് നിലനിൽക്കാനായിട്ട് പറ്റും. പക്ഷേ സെക്ഷൻ 69 പ്രകാരം ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഫേമിന് കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടാവും. അതായത് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സെക്ഷൻ 69 പറയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഫേമിലുള്ള പാർട്ട്നേഴ്സിന് തമ്മിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തിന്? ഫോർ എൻഫോഴ്സിങ് എനി റൈറ്റ് അറൈസിങ് ഫ്രം എ കോൺട്രാക്ട് ഓർ കൺഫേർഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ആക്ട്. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്ന റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ പറയുന്ന റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനോ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിന് തമ്മിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പറയുന്നത്, ഒരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഫേമിന് സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഫേമിനെയോ പാർട്ട്ണറിനെയോ സ്യൂ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സെക്ഷൻ 69 പറയുന്ന കാര്യങ്ങൾ. പക്ഷേ നോൺ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അഫക്റ്റ് ചെയ്യാത്ത കുറച്ച് റൈറ്റുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ തേർഡ് പാർട്ടിക്ക് പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെയോ സ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇനി അടുത്തത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെസൊല്യൂഷന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സിന് പറ്റും. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ റൈറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആയെന്ന് വയ്ക്കുക, അയാളുടെ പ്രോപ്പർട്ടി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസേൺഡ് അതോറിറ്റീസ് ആയിട്ടുള്ള ഒഫീഷ്യൽ അസൈനീസ് അല്ലെങ്കിൽ റിസീവർ ഓഫ് കോർട്ട് അവർക്ക് പവർ ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരിച്ച പാർട്ട്ണറിൻ്റെ പ്രോപ്പർട്ടി റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹെയേഴ്സിനോ അവർക്ക് കോർട്ടിൽ സ്യൂട്ടുമായിട്ട് പോകാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ആയിട്ട് പോകാവുന്നതാണ്. അങ്ങനത്തെ ഒരു റൈറ്റും അവർക്ക് ഉണ്ടാവുന്നതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊരു പ്രത്യേകം ടൈം പീരീഡ് അങ്ങനെയൊന്നും പറയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ആൻഡ് ഫൈനുകളൊക്കെ കെട്ടിയാൽ മാത്രം മതിയാവും. ഇനി പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് വൺ പറയുന്നത്, ഒരു രജിസ്ട്രാർ ഓഫ് ഫേമിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനകത്ത് ഫേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. രണ്ടാമത്തത്, പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു സൈൻഡ് കോപ്പിയും രജിസ്ട്രാറിന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അതുപോലെ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേ ചെയ്യുക. ഇനി വൺസ് ദ രജിസ്ട്രാർ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ
ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ്സിൽ എൻ്റർ ആകും ആൻഡ് രജിസ്റ്റർ വിൽ ഓൾസോ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫേമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയണ്ടേ? അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കുറച്ച് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് മാറുന്നത് മാത്രമാണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആ പാർട്ട്ണർഷിപ്പ് ഫേം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും, കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം അതിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ ഡിസോൾവ് ആയി പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 39 എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ഇസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. എല്ലാ പാർട്ട്നേഴ്സും അതിൽ നിന്ന് ഡിസോൾവ് ആയിപ്പോയി, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേമായി. എന്നാൽ കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം അതിൽ നിന്ന് വിട്ടു പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മാത്രമാണ്. ഓക്കെ, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ല, പാർട്ട്ണർഷിപ്പാണ്. കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം വിട്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സർക്കംസ്റ്റാൻസസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ എക്സ്പയറി ഓഫ് ദ ഫിക്സഡ് ടേം ഫോർ വിച്ച് പാർട്ട്ണർഷിപ്പ് വാസ് ഫോംഡ്. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് ഒരു 1 ഇയറിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഈ 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ അതിനകത്ത് നിന്നുള്ള കുറച്ച് പാർട്ട്നേഴ്സിന് പറയാം, ഓക്കെ 1 ഇയർ ആയില്ലേ, നമ്മൾ പറഞ്ഞ 1 ഇയർ എത്തി, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ പറയുന്നത് കംപ്ലീഷൻ ഓഫ് അഡ്വെഞ്ചർ. ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമിനും ഓരോരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലും പാർട്ട്നേഴ്സിന് പറയാം ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുവാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്മാറാവുന്നതാണ്. ഇനി അടുത്തത് ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ, അതുപോലെ ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർ, ദെൻ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ, റിട്ടയർ ചെയ്തൊരു പാർട്ട്ണർ പിന്മാറാം. അപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കുറച്ച് ആളുകൾക്ക്, 1, 2, 3 എത്ര ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നത്. ഇവർ പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം നടക്കുന്നില്ല. ഫേം അവിടെ തന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെയും വെച്ചിട്ട് മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡിസോൾവ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്ന ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോടു കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 40 അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ, സെക്ഷൻ 41 പറയുന്നത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് കമ്പൽസറി ഡിസൊല്യൂഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാവരുമോ അല്ലെങ്കിൽ 2 പേരേ ഉള്ളെങ്കിൽ അതിനകത്ത് ഒരാളോ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം കമ്പൽസറിലി ഡിസോൾവ് ആവും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്ന ബിസിനസ് ഒരു അൺലോഫുൾ ബിസിനസ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് കമ്പൽസറി ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. അടുത്തത് ബൈ നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വില്ലാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഒന്നും സെറ്റ് ചെയ്യാത്തൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ആവാവുന്നതാണ്. ഫിക്സഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ആവാം. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ ഒരു ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവാൻ പോവുകയാണ് എന്നുള്ള ഇൻറ്റൻഷൻ അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കണം. അതൊരു റൈറ്റിംഗ് നോട്ടീസാണ്. അപ്പോൾ ആ നോട്ടീസിൽ എന്നാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി അങ്ങനെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് മുതൽ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയതായിട്ട് കണക്കാക്കും. സെക്ഷൻ 43 ഈ ബൈ നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ പറയുന്നത്. സെക്ഷൻ 44 ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ടിനും പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ കോർട്ടിനെ സമീപിച്ചാൽ മതി ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ കോർട്ട് അവിടെ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോർട്ട് മേ ഡിസോൾവ് എ ഫേം ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. അത് ഏതൊക്കെയാണ് ഗ്രൗണ്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് എ പാർട്ട്ണർ ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്കൻഡ് വൺ, അതുപോലെ തന്നെ പാർട്ട്ണർ പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് പാർട്ട്ണർ.
അങ്ങനെ സംഭവിച്ചാലും കോർട്ടിനെ ഡിസോൾവ് ചെയ്യാം. തേർഡ് വൺ പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു പാർട്ട്ണർ അതർ ദാൻ ദ പാർട്ട്നേഴ്സ് കോർട്ടിനെ സമീപിച്ച പാർട്ട്ണർ അല്ലാതെ വരുന്ന മറ്റേതെങ്കിലും പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറ്റകൃത്യം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ്സിനെ നല്ലപോലെ ബാധിക്കുകയാണ്. ആ സാഹചര്യത്തിലും കോർട്ടിന് വേണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ തന്റെ ഹോൾ ഇൻട്രസ്റ്റ് ഇൻ ദിസ് പാർട്ട്ണർഷിപ്പ് ഫേം മറ്റൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ തനിക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഷെയറിന്റെ മേളിൽ എന്തെങ്കിലും രീതിയിലുള്ള ലയബിലിറ്റീസോ ചാർജസോ എന്തെങ്കിലും വെക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഷെയർ എന്തെങ്കിലും രീതിയിലുള്ള കടബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ അത് കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഷെയറിന്റെ മേളിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കോർട്ടിന് പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഫിഫ്ത്ത് വൺ പറയുന്നത് ബിസിനസ് വർക്കിംഗ് അറ്റ് എ ലോസ്. എന്തെങ്കിലും നഷ്ടത്തിലാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോർട്ടിനെ ഡിസോൾവ് ചെയ്യാം. ദെൻ ഓൺ എനി അതർ ഗ്രൗണ്ട് വിച്ച് റെൻഡേഴ്സ് ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ ഫേം ഷുഡ് ബി ഡിസോൾവ്ഡ്. അപ്പോൾ കോർട്ടിന് അല്ലെങ്കിൽ കോർട്ടിന് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആണെന്ന് തോന്നുന്ന ഏത് കാര്യത്തിന്റെ മേളിലും പാർട്ട്ണർഷിപ്പ് ഫേമിന് ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ഇഫക്റ്റ് ഓഫ് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് ഡിസൊല്യൂഷൻ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അവിടെ കൊണ്ട് തീരുന്നില്ല. എല്ലാ കാര്യങ്ങളും വൈൻഡപ്പ് ചെയ്യണം. ഈ ബിസിനസ് വൈൻഡപ്പ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കണം. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഈ ബിസിനസ് മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ റൈറ്റ് എപ്പോഴും ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ പേരിൽ പുതിയൊരു ട്രാൻസാക്ഷൻ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് പാർട്ട്ണറിന് ഉണ്ടാവില്ല. സെക്ഷൻ 46 പറയുന്നത് റൈറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ടു ഹാവ് ബിസിനസ് വൗണ്ട് അപ്പ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അവരെല്ലാവരും കൂടെ വേണം ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെപ്റ്റും ലയബിലിറ്റീസും എല്ലാം തീർക്കാനായിട്ട്. ഓക്കെ, സെക്ഷൻ 51 പറയുന്നത് റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ പ്രീമച്വർ ഡിസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് ഒരാൾ കാശൊക്കെ കൊടുത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻട്രി ചെയ്യണം. അപ്പം അയാൾ എൻട്രി ചെയ്യുന്നത് ഒരു 1 ഇയർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ടേം വെച്ചിട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 1 ഇയർ തികയുന്നതിന് മുന്നേ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയി പോവുകയാണ്. അയാളുടെ ആ പ്രീമിയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ സെക്ഷൻ 51 പറയുന്നത്. അയാൾക്ക് ആ പ്രീമിയം തിരിച്ചു കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു അവകാശം നഷ്ടപ്പെടും. എപ്പോൾ? ദ ഡിസൊല്യൂഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു ഹിസ് ഓൺ മിസ്കണ്ടക്ട്. ഈ വന്ന ആളുടെ പുതിയതായിട്ട് വന്ന് കയറിയ ആളുടെ മിസ്കണ്ടക്ട് കൊണ്ടാണ് ഡിസൊല്യൂഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പ്രീമിയം തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ, ഇവരുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഇങ്ങനെ ഒരു പ്രീമിയം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ അയാൾക്ക് തന്റെ പ്രീമിയം തിരിച്ചു ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല. അടുത്ത സെക്ഷൻ 53 ആണ് റൈറ്റ് ടു റിസ്ട്രെയിൻ ഫ്രം യൂസ് ഓഫ് ഫേം നെയിം ഓർ ഫേം പ്രോപ്പർട്ടി. അതായത് ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിന് ഈ ഫേമിൻ്റെ നെയിമോ ഫേമിൻ്റെ പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നും ഉപയോഗിച്ച് സിമിലർ ആയിട്ടുള്ള ബിസിനസ് നടത്താനായിട്ടുള്ള റൈറ്റ് ഇല്ല. പക്ഷേ ഈ പറയുന്ന ഡിസൊല്യൂഷനൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൗണ്ടപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ തുടങ്ങുന്നതിന് കുഴപ്പമില്ല എന്നും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രൊവൈസോയും വെച്ചിട്ടുണ്ട്. വെർ എനി പാർട്ട്ണർ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ഹാസ് ബ്രോഡ് ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അഫക്ട് ഹിസ് റൈറ്റ് ടു യൂസ് ദ ഫേം നെയിം. അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഗുഡ്വില്ലൊക്കെ കൊണ്ടുവന്ന ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് വയ്ക്കുക. അതായത് ആ പാർട്ട്ണറിന്റെ പേരിലായിരിക്കാം ഈ പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ അറിയപ്പെടുന്നതും ആ പാർട്ട്ണർ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിനകത്തേക്ക് ആളുകൾ ഇവരുടെ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെയൊക്കെ ഗുഡ്വില്ല് കൊണ്ടുവന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര് വീണ്ടും തുടർന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അയാൾക്ക് ഈ സെക്ഷൻ 53 ആപ്ലിക്കബിളും അല്ല. അടുത്തത് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ, ഓർഡർ ഓഫ് പേയ്മെന്റ്. അതായത് സംഭവമൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ആദ്യം കാശ് കൊടുത്ത് ആദ്യം കാര്യങ്ങൾ തീർത്ത് വിടേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ലോസസ് എന്തെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും അൺഡിവൈഡഡ് പ്രോഫിറ്റ് കയ്യിലുണ്ടെന്ന് വയ്ക്കുക.
അതായത് പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കാത്ത പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ അൺഡിവൈഡഡ് പ്രോഫിറ്റിൽ നിന്ന് ഇവരുടെ ലോസസ് ആദ്യം തീർക്കാൻ നോക്കുക. ഈ അൺഡിവൈഡഡ് പ്രോഫിറ്റ് കൊടുത്തിട്ടും ലോസസ് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഇൻഡിവിജ്വലി ഉള്ള പ്രോഫിറ്റ് റേഷ്യോ ഇല്ലേ, അതിൽ നിന്ന് കാശെടുത്തിട്ട് കൊടുക്കണം. അങ്ങനെ വേണം ലോസസ് തീർക്കാൻ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെ ലോസസും സംഭവങ്ങൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ്സിൽ നിന്ന് എങ്ങനെ ലോസസ് ബാക്കിയുള്ള കാര്യങ്ങളും ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഓർഡറാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ പേയിങ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ്, അവർക്ക് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ്, ഇൻ പേയിങ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. തേർഡ് വൺ, in paying capital to partners. And last one, if any amount is left, then it shall be divided in profit sharing ratio. അപ്പോൾ ആദ്യം ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കാശ് കൊടുക്കുക, അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സ് എന്തെങ്കിലും അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുക. തേർഡ് വൺ ആയിട്ടാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, അവർ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ഒരു ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ, ആ ക്യാപിറ്റൽ അവർക്ക് റീപേ ചെയ്ത് കിട്ടുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്ത് ബാക്കിയുണ്ടോ അത് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിൽ പറയാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ കുറേയൊക്കെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.